കൊച്ചിയിലേക്ക് ബിബിൻ സി വിജയൻ തത്സമയം ചേരുന്നു. ബിബിൻ, ഗുഡ് മോർണിംഗ്. പറയൂ ബിബിൻ. ഇപ്പോൾ ഹർത്താൽ 1 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയൊരു ചലനങ്ങൾ കൊച്ചിയിലും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നിന്നുള്ളത്. കാരണം KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്, സ്വകാര്യ ബസ്സുകളും ഇന്നിപ്പോൾ നിരത്തിലോടും സർവീസ് നടത്തും എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓട്ടോറിക്ഷകളും മറ്റ് കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറക്കും എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയൊക്കെ ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട നീതി വേണം എന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ കടകമ്പോളങ്ങൾ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങൾ തുറക്കും എന്നുള്ളതും കൂടി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് വൈറ്റിലയിലെ ഹബ്ബിലാണ്. അവിടെ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒക്കെ മധ്യ കേരളത്തിലെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, വാഹനങ്ങളെല്ലാം തന്നെ ഓടുന്നുണ്ട്. KSRTC ബസ്സുകളൊക്കെ തന്നെ സ്വമേധയാ തന്നെ എടുക്കുന്നു, അത് പോകുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു സ്ഥിതി ഉള്ളത്. പല യാത്രക്കാരുമുണ്ട്. നമുക്ക് അവരുടെ ഒരു അഭിപ്രായം കൂടി ചോദിക്കേണ്ടത്. ഇന്നൊരു ഹർത്താൽ ആണെന്നുള്ളത് അറിഞ്ഞിരുന്നോ? അറിഞ്ഞു. ഇങ്ങോട്ടേക്ക് പോകാനായിരുന്നു? പെരുമ്പാവൂർ പോകാനായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോയാണ്. ബസ്സുകളൊക്കെ ഉണ്ട് അല്ലേ? ഉണ്ട്. നിലവിൽ ഉണ്ട്. ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, KSRTC ഉണ്ട്. കുഴപ്പമില്ല, പോവാം വിചാരിച്ച് ഇറങ്ങിയതാ. പക്ഷെ ഇതുവരെ വണ്ടി വന്നിട്ടില്ല. ശരി. യെസ്, അപ്പോൾ ഇതാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രതികരണം വരുന്നത്. കാരണം വാഹനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വലിയ ഒരു ചലനം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഉള്ളത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷവും ഈ കച്ചേരിപ്പടിയിൽ, അതായത് വടക്കൻ പറവൂരിലെ കച്ചേരിപ്പടി എന്നുള്ളൊരു സ്ഥലത്ത് ഈ സമരത്തിനെ അനുകൂലിക്കുന്നവർ വാഹനം തടഞ്ഞിട്ടുണ്ട്. അവിടെ KSRTC ബസ്സാണ് തടഞ്ഞിരിക്കുന്നത്. മറ്റു ചില സ്ഥലങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ടെന്നുള്ളൊരു പ്രാഥമികമായി വിവരം ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സാണ്. ഈ ബസ് സർവീസ് നടത്തുന്നു. ഇങ്ങനെ എല്ലാ ബസ്സുകളും സാധാരണ ഒരു സർവീസ് പോലെ തന്നെയാണ് ഇന്നിപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കൊച്ചിയിൽ നിന്നുള്ള കാഴ്ച. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു വ്യാവസായിക നഗരമാണ്. അതുകൊണ്ട് തന്നെ IT ഹബ്ബുകൾ അവിടേക്കൊക്കെയുള്ള വാഹനങ്ങൾ ഇന്ന് ഓടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കൂടുതൽ ഇവിടെ നമുക്ക് ഈ കാണാം. ഇതൊക്കെ വെയിറ്റ് ചെയ്ത ആൾക്കാർ, യാത്രക്കാരൊക്കെ ഇരിക്കുന്നൊക്കെ നമുക്ക് ഇത് കാണാൻ സാധിക്കും. എങ്ങോട്ടേക്കാ? ഇന്നിപ്പോ ഒരു ഹർത്താലാണ്, അത് അറിഞ്ഞായിരുന്നോ? ഹർത്താലെന്ന് അറിഞ്ഞിരുന്നു. എങ്ങോട്ടേക്കാ പോകുന്നത്? പാലായിൽ നിന്ന് വന്ന എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 11 മണിക്കാണ് എത്തേണ്ടത് ഇവിടെ. അപ്പം ബസ്സിന്റെ സമയം പാലായിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ ബസ് ഓഫ് ചെയ്യുമായിരിക്കും, ഇങ്ങോട്ട് ഇപ്പോൾ കാണത്തില്ല, പ്രശ്നമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പോകുന്നതാണ്. നേരത്തെ അവിടുന്ന് 3 മണിയായി പോകും. എന്തിനാണ് ഈ ഹർത്താൽ എന്നതിനെ സംബന്ധിച്ച് അറിയാവോ? നിതിൻ രാജിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ പോലീസ് അന്വേഷണം ശക്തമാക്കിക്കൊണ്ട് കുറ്റവാളികൾ ആരാണേലും, ലോൺ ആപ്പ് പറയുന്നു, അതുപോലെ തന്നെ കോളേജിലെ കാര്യങ്ങൾ പറയുന്നു. ഇതിൽ ആരാ കുറ്റവാളി എന്നുള്ളത് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ച് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഏത് വലിയവരാണേലും. ഹർത്താൽ പ്രതികരിക്കാൻ പറ്റുന്ന അവരെ കൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലേ പറ്റൂ. അതാണ് അവരുടെ പ്രതികരണമാണ് കാണുന്നത്. അതിനനുസരിച്ച് സർക്കാർ അതിന് മുന്നോട്ട് നിൽക്കാന്നുള്ളതാണ്. സർക്കാർ ഇതിനെ നോക്കി ഈ ഒരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ഈ പ്രതികരണത്തിൽ നിന്ന് സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോലീസിന് കർശനമായ നടപടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. യെസ്, അതാണ് ആളുകളുടെ ഒരു പ്രതികരണം. അതായത് ഈ വിഷയം മുഖ്യധാരയിൽ ചർച്ച ചെയ്യാൻ ഒരു ഹർത്താൽ ഇപ്പോൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരം പ്രതിഷേധ മാർഗത്തിലേക്ക് പോകുകയല്ല. നിതിൻ രാജിന് നീതി വേണമെന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു ഹർത്താൽ അതിന്റെ ഒരു പ്രതിഷേധ രീതി കൂടിയാണ് ഈ ഘട്ടത്തിൽ ചർച്ചയാവുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.